അദ്ദേഹത്തിന് അത് AK സെൻറ്ററിൽ നിന്ന് ഒരുപാട് ചീത്ത കേൾക്കുകയും ചെയ്തു. അതായത് അന്ന് രഹന ഫാത്തിമ, ബിന്ദു അമ്മിണി, കനകദുർഗ പോലുള്ള ഒരുപാട് ആക്ടിവിസ്റ്റുകൾ അവിടെ കയറാൻ വന്നപ്പോൾ അവരോടും ബഹുമാനക്കുറവൊന്നുമില്ല, അവരുടെ നിലപാടിനോട് എതിർപ്പാണ്. പക്ഷേ അങ്ങനെയുള്ളവർ ശബരിമലയിലേക്ക് കയറാൻ വന്നപ്പോൾ ആക്ടിവിസ്റ്റുകൾക്കുള്ള സ്ഥലമല്ലിത്, ഇത് വിശ്വാസികൾക്കുള്ളതാണെന്ന് പറയാൻ സൗബീനസ്യം കാണിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ. രണ്ട്, ഇന്നും അതായത് 2025 ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പോലും BJPയിലെയോ കോൺഗ്രസിലെയോ CPMലെയോ വേറൊരു നേതാവും ശബരിമല സുപ്രീം കോടതി വിധി തെറ്റാന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തൊടാതെ വിശ്വാസികൾക്ക് വേദനിക്കരുത്, അത് ശരിയാണ്, വിശ്വാസികളെ കൂടെ വിശ്വാസത്തിലെടുക്കണം എന്നൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുകയുള്ളൂ. പക്ഷേ ഗോവിന്ദ മാഷ് ഇത് കഴിഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക മനുഷ്യൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. ശബരിമല സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ വിധിന്യായം തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക വ്യക്തി ഒരു സഖാവാണ്. അതാണ് എൻ്റെ ഒരു കൗതുകം. ഒരു കോൺഗ്രസ്സുകാരനല്ല, ഒരു CPM അല്ല, BJPക്കാരനല്ല. അങ്ങനെ ഒരു മനുഷ്യനെ എന്നെ തന്നെ വളരെ മുതിർന്ന് 1-2 പേര് വിളിച്ചു പറഞ്ഞു, എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായി, ഇനി എങ്ങനെങ്കിലും ചാനലിലിരുന്ന് ശക്തമായി ഇനി മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാണ് സാർ അറസ്റ്റ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ക്വാസി ഗവൺമെൻറ് ബോഡിയാണ്. ഇവിടെ നടക്കുന്ന ഒരു കാര്യവും മന്ത്രി അറിയേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ കാരണം. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. അതായത് ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ദേവസ്വം മന്ത്രിയുടെ താഴെ പോകരുതെന്നും ദേവസ്വം ബോർഡിന് സ്വതന്ത്ര സ്വഭാവം നിലനിൽക്കണമെന്നും എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത ഞങ്ങളോടാണ് പറയുന്നത് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി മന്ത്രിയാണെന്ന് പറയാം. കാര്യം എന്താ? അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷന് കടകംപള്ളി സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റാനോ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ ഒരു ടോക്കിംഗ് പോയിന്റ് കിട്ടും. അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും